കിഴക്കോട്ടൊഴുകുന്ന നദികളെ പറ്റി നോക്കാം. അതായത് നമ്മുടെ കേരളത്തിൽ 44 നദികളുണ്ട്. ആ 44 നദികളിൽ 41 പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ ചേരുന്നവയാണ്. അതിൽ 3 മാത്രം കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നവയാണ്. ഈ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന 3 നദികൾ ഏതാണെന്ന് ചോദിച്ചാൽ കബനി, ഭവാനി, പാമ്പാർ ആണ് 3 നദികൾ എന്ന് പറയുന്നത്. ആക്ച്വലി ഈ 3 നദികളും കബനി, ഭവാനി, പാമ്പാർ തുടങ്ങിയ 3 നദികളും കിഴക്കോട്ടൊഴുകി കാവേരി നദിയിലാണ് ചെന്ന് ചേരുന്നത്. പിന്നീട് കാവേരി നദി ബംഗാൾ ഉൾക്കടലിൽ ചേരുകയാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് ആയിട്ട് ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നതല്ല, അത് കാവേരി നദിയിൽ ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത്. കബനി, ഭവാനി, പാമ്പാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കബനി, ഭവാനി, പാമ്പാറിനെ കാവേരി നദിയുടെ പോഷക നദികളായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ട്രിബ്യൂട്ടറി ഓഫ് കാവേരി റിവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കബനി, ഭവാനി, പാമ്പാറാണ്. ഇനി ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് കബനി. അപ്പോൾ കബനി നദി എന്ന് പറഞ്ഞാൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് കബനി നദി എന്ന് പറയുന്നത്. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയതാണ് കബനി നദി എന്ന് പറയുന്നത്. അപ്പോൾ കബനി നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് വയനാട് ജില്ലയിലാണ്. അപ്പോൾ വയനാട് ജില്ലയിൽ തൊമ്മാർകുടി എന്ന് പറയുന്ന സ്ഥലത്ത്, വയനാട് ജില്ലയിലെ തൊമ്മാർകുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഉത്ഭവിക്കുകയും അവിടെ നിന്ന് കർണാടകയിൽ വെച്ചാണ് കാവേരി നദിയിൽ ചെന്ന് ചേരുകയും ചെയ്യുന്നത്. അപ്പോൾ കബനി നദി കർണാടകയിൽ വെച്ചിട്ടാണ് കാവേരിയിൽ ചെന്ന് പതിക്കുന്നത്. ഇനി ഈ കബനി നദിയുടെ തീരത്താണ് തോൽപ്പെട്ടി വന്യജീവി സങ്കേതം, അല്ലെങ്കിൽ നമ്മൾ മുത്തങ്ങ വന്യജീവി സങ്കേതം എന്ന് വിശേഷിപ്പിക്കുന്ന, അതുമല്ലെങ്കിൽ വയനാട് വന്യജീവി സങ്കേതം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന തോൽപ്പെട്ടി വന്യജീവി സങ്കേതം കബനി നദിയുടെ തീരത്താണ്. അതുപോലെ തന്നെ നാഗർഹോൾ വന്യജീവി സങ്കേതം, അതും കബനി നദിയിലാണ്. നാഗർഹോൾ വന്യജീവി സങ്കേതവും അതിന്റെ തീരത്താണെന്ന് പറയാൻ പറ്റും. ഇനി അതുപോലെ തന്നെ വയനാട് തന്നെ ഉള്ളൊരു ദ്വീപാണ് കുറുവാ ദ്വീപ്. അതായത് ആദ്യ നദീജന്യ ദ്വീപാണ്, ഈ കേരളത്തിലെ ആദ്യത്തെ നദീജന്യ ദ്വീപാണ് കുറുവാ ദ്വീപ് എന്ന് പറയുന്നത്. അത് വയനാട് ജില്ലയിലാണ്. ഈ കുറുവാ ദ്വീപ് കബനി നദിയിലാണ് കാണപ്പെടുന്നത്. ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് കുറുവാ ദ്വീപ്. അത് കബനി നദിയിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ മണൽ ഡാം അല്ലെങ്കിൽ എർത്ത് ഡാം എന്നൊക്കെ അറിയപ്പെടുന്നത് ബാണാസുര സാഗർ ഡാമാണ്. ഈ ബാണാസുര സാഗർ ഡാം എവിടെയാണ്? കബനി നദിയിലാണ് ബാണാസുര സാഗർ ഡാം കാണപ്പെടുന്നത്. ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും ഫസ്റ്റുള്ള എർത്ത് ഡാമാണ് ബാണാസുര സാഗർ ഡാം എന്ന് പറയുന്നത്. ഈ ബാണാസുര സാഗർ ഡാമിനെ പടിഞ്ഞാറേത്തറ ഡാം എന്നുകൂടി അറിയപ്പെടാറുണ്ട്. അതായത് വിശേഷണമാണ്, പടിഞ്ഞാറേത്തറ ഡാം എന്നുകൂടി ബാണാസുര സാഗർ ഡാമിനെ എന്ത് ചെയ്യാറുണ്ട്? വിശേഷിപ്പിക്കാറുണ്ട്. ഇനി അതുപോലെ തന്നെ കാരാപ്പുഴ ഡാം, അതും കബനി നദിയിലാണ് കാരാപ്പുഴ ഡാമും കാണപ്പെടുന്നത്. ഇനി കബനി നദിയുടെ പോഷക നദികളുണ്ട്. അത് മാനന്തവാടി പുഴ, അതുപോലെ തന്നെ പനമരം പുഴ, നൂൽപ്പുഴ തുടങ്ങിയവയാണ് കബനി നദിയുടെ പോഷക നദികളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. മാനന്തവാടി പുഴ, നൂൽപ്പുഴ, അതുപോലെ തന്നെ പനമരം പുഴ, ഇത് കബനി നദിയുടെ പോഷക നദികളാണ്. ഉത്ഭവസ്ഥാനം വയനാടാണ്. ഓക്കെ, ഇത് കബനി നദിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി അടുത്ത കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ അടുത്തത് ഭവാനി നദിയാണ്. അപ്പോൾ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഭവാനി നദി എന്ന് പറയുമ്പോൾ, ഭവാനി നദി കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ രണ്ടാമത്തെ വലിപ്പം കൂടിയ നദിയാണ് ഈ പറയുന്ന ഭവാനി നദി എന്ന് പറയുന്നത്. രണ്ടാമത്തെ വലിപ്പം കൂടിയ നദിയാണ് ഭവാനി നദി എന്ന് പറയുന്നത്. ഇനി ഭവാനി നദിയുടെ പ്രത്യേകത, അതായത് ഭവാനി നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ അതായത് നീലഗിരി മല എന്ന് പറയുന്ന മലയിൽ നിന്ന് ഉത്ഭവിക്കുകയും അത് തമിഴ്നാട്ടിൽ വെച്ചാണ് കാവേരി നദിയുമായിട്ട് ചേരുകയും ചെയ്യുന്നത്. കബനി നദി കർണാടകയിൽ വെച്ച് കാവേരി നദിയിൽ പതിക്കുന്നുവെങ്കിൽ ഈ പറയുന്ന ഭവാനി നദി തമിഴ്നാട്ടിൽ വെച്ചാണ് കാവേരി നദിയിൽ പതിക്കുന്നത്. ഇനി ഇത് പ്രധാനമായിട്ടും ഈ പറയുന്ന ഭവാനി നദി അട്ടപ്പാടി കേന്ദ്രീകരിച്ചാണ് ഈ ഭവാനി നദിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗങ്ങൾ വരുന്നത്. അതായത് ഈ പറയുന്ന ഭവാനി നദിയുടെ പോഷക നദിയാണ് ശിരുവാണിപ്പുഴ, അതുപോലെ വരഗാർ. ഇവ രണ്ടും ഭവാനിപ്പുഴയുടെ പോഷക നദികളാണ്. ഭവാനി നദിയുടെ പോഷക നദിയാണ് ശിരുവാണിപ്പുഴയും അതുപോലെ വരഗാറും. ഈ ശിരുവാണി എന്ന് പറഞ്ഞാൽ അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന ഒരു നദി, അല്ലെങ്കിൽ അട്ടപ്പാടിയുടെ നദി, അല്ലെങ്കിൽ അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി എന്ന് പറയുന്നതാണ് ഈ ശിരുവാണിപ്പുഴ എന്ന് പറയുന്നത്. ഇത് ശിരുവാണി അണക്കെട്ടുണ്ട്. അപ്പോൾ ശിരുവാണി അണക്കെട്ട് എന്ന് പറയുന്നത് തമിഴ്നാടിനും അതുപോലെ തന്നെ കോയമ്പത്തൂരിനും ശുദ്ധജലം കൊടുക്കുന്ന ഒരു അണക്കെട്ടാണ് ശിരുവാണി അണക്കെട്ട് എന്ന് പറയുന്നത്. പക്ഷേ ശിരുവാണി പുഴ എന്ന് പറയുന്നത് അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന പുഴയാണ്. അത് ഭവാനി നദിയുടെ പോഷക നദിയായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഭവാനി നദിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇനി അടുത്തത് പാമ്പാറാണ്. പാമ്പാർ എന്ന് പറയുമ്പോൾ ഓർഡർ വെച്ച് മനസ്സിലാക്കാൻ പറ്റും. കബനി, ഭവാനി, പാമ്പാർ. പാമ്പാർ എന്ന് പറയുന്നത് ഏറ്റവും ചെറുത്, അതായത് കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും ചെറുതാണ് പാമ്പാർ എന്ന് പറയുന്നത്. ഈ പാമ്പാറിനെ തലയാർ എന്നുകൂടി വിശേഷിപ്പിക്കാറുണ്ട്. പാമ്പിന്റെ തല പോലെ എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇതിനെ തലയാർ എന്നുകൂടി വിളിക്കാറുണ്ട്. ഇത് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ ബെൻമൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഉത്ഭവിച്ച് ഇത് തമിഴ്നാട്ടിൽ വെച്ച് തന്നെയാണ് കാവേരി നദിയിലേക്ക് പതിക്കുന്നത്. അതായത് ഇടുക്കി ജില്ലയിലെ ദേവികുളം എന്ന് പറയുന്ന താലൂക്കിൽ ബെൻമൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്
നിന്ന് കർണാടകയിലേക്ക് പോവുകയും കർണാടകയിൽ വെച്ച് തന്നെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, ആ കാവേരി നദിയിലേക്ക് പതിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാവും, കബനി മാത്രമാണ് കർണാടകയിൽ വെച്ച് കാവേരി നദിയിൽ പതിക്കുന്ന കിഴക്കോട്ടൊഴുകുന്ന നദി എന്ന് പറയുന്നത്. എന്നാൽ ഭവാനിയും പാമ്പാറും തമിഴ്നാട്ടിൽ വെച്ചിട്ടാണ് കാവേരി നദിയിൽ പതിക്കുന്നതെന്നുള്ള വ്യത്യാസം ഉണ്ട്. അതുപോലെ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത് പാമ്പാറാണ്. ചിന്നാർ വന്യജീവി സങ്കേതം എന്ന് പറഞ്ഞാൽ ഒരു മഴനിഴൽ പ്രദേശമാണ്. അപ്പോൾ അതിനകത്തുകൂടി ഒഴുകുന്ന നദിയാണ് പാമ്പാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറയൂർ ചന്ദനക്കാടുകൾ, അവിടെ കൂടി ഒഴുകുന്ന നദി തൂവാനം വെള്ളച്ചാട്ടം, അത് പാമ്പാറിലാണ്. അതുപോലെ തന്നെ തൂവാനം വെള്ളച്ചാട്ടം, അത് ഈ പറയുന്ന പാമ്പാറിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രത്യേകതകളുള്ള ഒരു നദിയാണ് പാമ്പാർ എന്ന് പറയുന്നത്.